ഈ എണ്ണ കാച്ചുന്നതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 1/2 കിലോ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചിട്ടുള്ളത്. അവസാനം 1/2 കിലോ എണ്ണ തന്നെ എനിക്ക് കാച്ചി കിട്ടിയിട്ടുണ്ട്. ഈ കാച്ചി എടുക്കാനായിട്ട് 1 മണിക്കൂർ വേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ വ്യത്യാസമുണ്ടായിരുന്നു, പക്ഷേ രീതിയൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് 1 കിലോ വെളിച്ചെണ്ണയുടെയാണ്. ടമ്മി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻ്റെ അമ്മ പണ്ട് മുതലേ ഉണ്ടാക്കുന്ന ഒരു ഹെർബൽ ഹെയർ ഓയിലിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസിനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. കടുക്കയും ഉണക്കനെല്ലിക്കയും താനിക്കയും കൂടെ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. ഇതൊന്ന് മിക്സി ജാറിലിട്ട് അരച്ചെടുക്കണം. ഒരു കുഴമ്പ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. അതൊരു പാത്രത്തിലോട്ട് മാറ്റാം. വൈകിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കാലത്ത് വെള്ളത്തിലിട്ടാലും മതി. ഇനി ഇതൊരു പച്ചനെല്ലിക്കയാണ്. 1/4 കിലോ പച്ചനെല്ലിക്ക കുരു കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിക്കാം. അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നല്ലോണം പിഴിഞ്ഞെടുക്കാം. ബാക്കി നെല്ലിക്കയും കൂടെ ഇട്ട് ഇതുപോലെ തന്നെ അരച്ച് പിഴിഞ്ഞെടുക്കണം. അങ്ങനെ 1/4 കിലോ നെല്ലിക്ക പിഴിഞ്ഞെടുത്ത ജ്യൂസാണിത്. ഇത് നീലയമരിയാണ്. അതും മിക്സി ജാറിലോട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതും ഈ നെല്ലിക്ക ജ്യൂസിൽ അരിപ്പ വെച്ച് അരിച്ച് ചേർക്കണം. ഒരുമിച്ചാക്കിയിട്ടുണ്ട് നെല്ലിക്ക ജ്യൂസും നീലയമരിയുടെ ജ്യൂസും. ഇനി ഒരു പിടി കൈതോന്നിയും കൂടെ ഇട്ട് മിക്സിയിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 6-7 നവരയിലയും കൂടെ ഇടുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതും ആ അരിപ്പയിൽ കൂടെ തന്നെ അരിച്ച് ഒഴിക്കാം. ഇപ്പോൾ നെല്ലിക്ക ജ്യൂസും നീലയമരിയും കൈതോന്നിയും നവരയിലയും എല്ലാം കൂടെ അരിച്ച് പിഴിഞ്ഞ ജ്യൂസാണിത്. നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് എടുക്കേണ്ടത് കറ്റാർ വാഴയുടെ ജെല്ലാണ്. അതിന് വേണ്ടിയിട്ട് കറ്റാർ വാഴയുടെ 2 സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നടുവിലുള്ള തൊലിയും കളഞ്ഞാൽ ഒരു സ്പൂണും ഉണ്ട്. വേഗം തന്നെ നമുക്ക് ജെല്ല് എടുക്കാൻ പറ്റും. ഈ ജെല്ല് നമ്മൾ എണ്ണ കാച്ചി അവസാനമാണ് ചേർക്കുന്നത്. കറ്റാർ വാഴയുടെ ജെല്ല് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ അരച്ച എല്ലാം 3 പാത്രത്തിലായിട്ട് അടുത്തുണ്ട്. ഇത് പച്ചക്കർപ്പൂരമാണ്. ഇത്രയും വേണ്ട, ഒരു 2 കെട്ട് നമുക്ക് ഇട്ടാൽ മതി. അത് അവസാനമാണ് നമ്മൾ ചേർക്കുന്നത്. എന്നാൽ അടുത്ത് വെച്ചിരിക്കുക. ഇനി വേണ്ടത് 1/2 ലിറ്റർ വെളിച്ചെണ്ണ. കേരാഫെഡിൻ്റെ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഏത് ബ്രാൻഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എണ്ണ കാച്ചി തുടങ്ങാം. അതിൽ ഇരുമ്പ് ചീനച്ചട്ടിയിൽ 1/2 കിലോ വെളിച്ചെണ്ണ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. തീ ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ്. ഇതിൽ കടുക്കയും ഉണക്ക നെല്ലിക്കയും താനിക്കയും കൂടെ അരച്ച കൂട്ട് ചേർക്കാം. ഇനി ഇതിൽ പച്ചനെല്ലിക്കയും കയ്യോന്നിയും നീലയമരിയും പനിക്കൂർക്ക അല്ലെങ്കിൽ നവരയിലയും കൂടെ അരച്ചതും കൂടെ ചേർക്കാം. നല്ലോണം ഇളക്കി കൊടുക്കുക. ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കിയാൽ മതി. നല്ലോണം ഇളക്കി കൊടുക്കാം. ഇരുമ്പ് ചീനച്ചട്ടി തന്നെ കഴിയുന്നത് ഉപയോഗിക്കാം. അതാകുമ്പോൾ വെയിറ്റ് ഉള്ളതുകൊണ്ട് ചരിഞ്ഞു പോവില്ല. എണ്ണ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തന്നെ നല്ല വാസന വന്ന് തുടങ്ങിയിട്ടുണ്ട് എണ്ണയുടെ.
അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എണ്ണയും ഒരു കൊഴുപ്പും കൂടെ വേർതിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, ഇല്ല കൊഴുപ്പ് ചീനച്ചട്ടിയുടെ അടിയിൽ അങ്ങ് ഉറഞ്ഞു പോവും. അപ്പോൾ നല്ലോണം ചേർത്ത് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കറ്റാർ വാഴയും കൂടെ ചേർക്കാം. കറ്റാർ വാഴയുടെ ജെല്ല് ചേർക്കുന്ന സമയത്ത് നമ്മൾ തീ സിമ്മിലാക്കി വയ്ക്കാം. അത് ചേർത്ത ശേഷം വീണ്ടും നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ടാക്കാം. ഇപ്പോൾ വീണ്ടും ജെല്ല് ചേർത്ത ശേഷം വീണ്ടും മീഡിയം ഫ്ലെയിമിലാക്കുമ്പോൾ വീണ്ടും നല്ലോണം തിളയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു കൊഴുപ്പിലെ വെള്ളവും വറ്റി കൊഴുപ്പ് ഇങ്ങനെ മണൽ പരുവായിട്ടുണ്ട്. അതാണ് മുകളിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട്, കുറച്ച് പതഞ്ഞ് വരുന്നുണ്ട്. ഈ സമയമാകുമ്പോൾ 2 പച്ചക്കർപ്പൂരം ഇട്ട് തീ ഓഫ് ചെയ്യാം. മണൽ പരുവം നോക്കുക, അല്ലെങ്കിൽ ഇതുപോലെ മുകളിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിൻ്റെ ചൂട് ഒന്ന് ആറിയ ശേഷം ഒരു തുണി വെച്ച് എണ്ണ അരിച്ചെടുക്കാം. ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ മണൽത്തരി പോലെ ആയിട്ടുണ്ട്. ഇതുപോലെ എണ്ണ മുഴുവൻ ഒഴിച്ച് നല്ലോണം അരിച്ചെടുക്കാം. നല്ലോണം പിഴിഞ്ഞെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. സാധനങ്ങളൊക്കെ തന്നെ നമ്മുടെ പച്ചമരുന്ന് കടയിൽ, അങ്ങാടിക്കടയിൽ കിട്ടും. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസിനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു.